തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചാരണ ചൂടിലാണ് കക്കോടി പഞ്ചായത്തിലെ കരിമ്പിൻ രാജേട്ടനും മകൾ ജസ്റ്റിയും. ഇരുവരും കക്കോടി പഞ്ചായത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥികളായി ജനവിധി തേടുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് ഇരുവരുടെയും പ്രചാരണം. കക്കോടി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു അച്ഛനും മകളുമാണ് NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. വീട്ടിൽ നിന്നും അച്ഛനും മകളും അതിരാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒന്നിച്ചിറങ്ങും. ജനങ്ങളെ കണ്ട് വോട്ട് തേടും. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതോടെ ഇരുവരുടെയും ദിവസങ്ങൾ ഇങ്ങനെയാണ്. കന്നി അംഗത്തിനാണ് അച്ഛനും മകളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. വോട്ട് തേടി വീട്ടിലെത്തുമ്പോൾ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് ജസ്നി പറയുന്നത്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷ തന്നെയാണ്. പിന്നെ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് മറ്റു പാർട്ടികൾക്ക് ഒരു ആധിപത്യമുള്ളൊരു മേഖലയിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല പ്രതികരണമാണ് എല്ലാ വീട്ടിൽ നിന്നൊക്കെ ലഭിച്ചത്. ഇതിൻ്റെ മുന്നേ ഉള്ള സമ്പർക്കത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയിലാണ്. ഇത്തവണ അച്ഛനും മകളുമാണ് മത്സരരംഗത്തേക്ക് വരുന്നത് ഒരു വീട്ടിൽ നിന്ന്. എങ്ങനെയുണ്ട് മത്സരങ്ങൾ, അല്ലെങ്കിൽ പ്രചരണം എങ്ങനെയാണ്? നല്ല രീതിയിൽ പോകുന്നത്. ഇവിടെ 2 റൗണ്ട് കഴിഞ്ഞ് പ്രതീക്ഷയാണല്ലോ. 8ാം വാർഡായ കൂടത്തുംപൊയിലാണ് അച്ഛൻ രാജൻ മത്സരിക്കുന്നത്. 7ാം വാർഡായ കയ്യൂന്നിമൽ താഴത്താണ് മകൾ ജസ്ന NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. കക്കോടിയിൽ സോഫ റിപ്പയർ കട നടത്തുന്ന രാജൻ BJP കക്കോടി ഏരിയ കമ്മിറ്റി അംഗമാണ്. സ്വകാര്യ സ്കൂൾ അധ്യാപികയും മഹിളാ മോർച്ചയുടെ സജീവ പ്രവർത്തകയുമാണ് ജസ്നി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ അച്ഛനും മകളും. ജനം, കോഴിക്കോട്.